എല്ലാവർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ അജയ് പോലീസ് സ്റ്റേഷനിൽ ഏതോ കേസ് സോൾവ് ചെയ്യുന്ന തിരക്കിലാണ്. ഭൂമിയാകട്ടെ ഇന്ന് വളരെ ലേറ്റായിട്ടാണ് കട ക്ലോസ് ചെയ്യുന്നത്. ഇത് കണ്ട് അജയ് ചോദിക്കുന്നുണ്ട്, ഇതെന്തു പറ്റി? ഇന്ന് 11 മണി വരെ ആയല്ലോ. ദാരിദ്ര്യമാണ് സാറേ ഞങ്ങളുടെയൊക്കെ അവസ്ഥ. അതുകൊണ്ട് തന്നെ ഇനി മുതൽ എല്ലാ ദിവസവും 11 മണി വരെ കട തുറക്കുമെന്നാണ് ഭൂമി അജയോടെ പറയുന്നത്. ഭൂമിയാകട്ടെ തിരിച്ച് വീട്ടിലേക്ക് പോകാനായി തൻ്റെ സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ എന്ത് ചെയ്താൽ സ്കൂട്ടി സ്റ്റാർട്ടാവുന്നില്ല. അങ്ങനെ ഭൂമി അജയോട് ലിഫ്റ്റ് ചോദിക്കുന്നു. പോകുന്ന വഴി ഭൂമി അജയോടായി പല കാര്യങ്ങൾ പറയുന്നുണ്ട്. സാറിൻ്റെ ഈ മനസ്സിനുള്ളിൽ ഒരു പിഞ്ച് ഹൃദയം ഉണ്ടല്ലേ, എല്ലാവരെയും ഇഷ്ടപ്പെടുന്നൊരു ഹൃദയം. ഇത് കേൾക്കുന്ന അജയ് പകുതി വഴിക്ക് ഭൂമിയെ ഇറക്കി വിടാൻ ഒരുങ്ങുന്നു. അങ്ങനെ അജയ് ഭൂമിയെ വഴിയിൽ ഇറക്കി വിട്ടിട്ട് തിരിച്ച് വീണ്ടും ഒരു റൗണ്ട് അടിച്ച ശേഷം ഭൂമിയെ കൂട്ടി വീണ്ടും യാത്ര തുടരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ബൈക്കിൽ പോകുന്നത് അഞ്ജന കാണാൻ ഇടയാകുന്നു. അപ്പോഴാകട്ടെ ഭൂമിയും കാത്ത് അച്ഛനും അമ്മയും വീടിന് പുറത്തു തന്നെ നിൽക്കുന്നുണ്ട്. അജയുടെ ബൈക്കിൽ വന്നിറങ്ങുന്ന ഭൂമിയെ കണ്ട് അവിടെ ആകെ അമ്പരന്ന് നിൽക്കുകയാണ്. ബൈക്കിൽ നിന്നിറങ്ങിയ പാടെ ഭൂമി അജയെ വീട്ടിനകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട്. പിന്നീട് ഒരു ദിവസമാകാം, ഇല്ലേ മുത്തശ്ശി കാത്തിരിക്കുമെന്നും പറഞ്ഞ് അജയ് അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുകയാണ്. അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് അജയ് അമ്മയോടെ ചോദിക്കുന്നു, അമ്മ അഭിനയിക്കുമായിരുന്നു അല്ലേ? സ്റ്റേജ് ആർട്ടിസ്റ്റ് ആണെന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഭൂമി ഇപ്പോൾ അജയോട് പറയുന്നു, അച്ഛൻ അമ്മയുടെ അഭിനയം കണ്ട് വീണതാണ്. അച്ഛനിപ്പോൾ മറ്റൊരു കാര്യം അജയോടെ ചോദിക്കുന്നത്, സാർ അമ്മയും കുഞ്ഞിനെ കാണാനില്ല എന്ന് പറഞ്ഞ് പോസ്റ്ററൊക്കെ അടിച്ചിട്ട് എന്തായി? എന്തെങ്കിലും വിവരം കിട്ടിയോ? അജയ് അതേ എന്നും ചില സൂചനകളൊക്കെ കിട്ടിത്തുടങ്ങിയെന്ന് അച്ഛനോട് അറിയിക്കുന്നു. ഇത് കേട്ടപാടെ അച്യുതനാകെ അസ്വസ്ഥനാവുകയാണ്. അജയ് അവിടെ നിന്ന് പോയ ഉടനെ തന്നെ അച്യുതൻ ഭൂമിയോടെ പറയുന്നുണ്ട്, നമുക്ക് ഉടനെ തന്നെ നാട്ടിലേക്ക് പോകണം. ഇത് കേൾക്കുന്ന ഭൂമി, അച്ഛൻ വീണ്ടും തുടങ്ങിയോ? ഉടനെ ഇങ്ങ് എന്തായാലും നാട്ടിലേക്ക് പോകാൻ പറ്റത്തില്ല. അച്ഛന് അൾസറാണെന്ന് അറിയാവുന്നതല്ലേ. അതിനു വേണ്ടുന്ന ചികിത്സയ്ക്കുള്ള പൈസയൊക്കെ റെഡിയാക്കി കോഫി ഷോപ്പ് കുറച്ചുകൂടെ നടത്തിക്കൊണ്ട് പോകേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ആലോചിക്കാം. അങ്ങനെ ഭൂമിയെ കൊണ്ട് അവളുടെ വീട്ടിലാക്കിയ ശേഷം സ്വാഭാവികത്തേക്ക് വരുന്ന അജയെ കാത്ത് അഞ്ജന വീടിന് മുറ്റത്ത് തന്നെ നിൽപ്പുണ്ട്. വന്നിറങ്ങിയ പാടെ അഞ്ജന ചോദിക്കുന്നുണ്ട്, ഇതെവിടെയായിരുന്നു? യൂണിഫോം കണ്ടിട്ട് ഞാൻ എവിടുന്നാണ് വരുന്നതെന്ന് നിനക്ക് മനസ്സിലായില്ലെന്നാ അജയ് തിരിച്ചു ചോദിക്കുന്നത്. മറുപടി അഞ്ജന, ഞാൻ കണ്ടല്ലോ ഒരു പെണ്ണിനെ പിന്നിലിരുത്തി നീ പോകുന്നത്. ഓ അതാണോ? അതെൻ്റെ ഒരു ഫ്രണ്ടാണ്. അത് ആ ചായക്കടക്കാരി ഭൂമിയല്ലേ എന്നാ അഞ്ജനയുടെ ചോദ്യം. മനസ്സിലായല്ലോ, പിന്നെ എന്തിനാ വീണ്ടും ചോദിക്കുന്നത്? പോട്ടെ, ആ സമയത്ത് നീ പുറത്തുനിന്നെടുക്കുകയായിരുന്നു. മറുപടി അഞ്ജന, ഞാൻ എൻ്റെ സുഹൃത്തിനെ കാണാൻ പോയിരിക്കുകയായിരുന്നു. സുഹൃത്തോ? എന്ത് സുഹൃത്തെന്ന് അജയ് ചോദിക്കുമ്പോൾ അതെൻ്റെ സ്വാതന്ത്ര്യമാണെന്ന അഞ്ജനയുടെ മറുപടി. എങ്കിൽ ഭൂമിയെ കൊണ്ടുവന്നത് എൻ്റെ സ്വാതന്ത്ര്യമാണെന്നും തിരിച്ച് അഞ്ജനയോടെ പറയുന്നു. അജയ് ഇപ്പോഴും ഭൂമിയെ പറ്റി തന്നെയാണ് പറയുന്നത്. ഭൂമി വളരെ നല്ല കുട്ടിയാണ്. ഷീ ഈസ് ഹോണസ്റ്റ്, ഇൻ്റലിജൻറ്റ്. ആർക്കും അവളോട് ഇഷ്ടം തോന്നും. ഇത് കേൾക്കുന്ന അഞ്ജന, അപ്പോൾ നിനക്ക് അവളെ ഇഷ്ടമാണെന്നാണോ? മറുപടി അജയ്, അതെ, ഞാൻ അവളെ പ്രപ്പോസ് ചെയ്തു, അവളത് അംഗീകരിക്കുകയും ചെയ്തു. ഇത്രയും പറഞ്ഞ് അജയ് അകത്തേക്ക് പോകുന്നത് ദേഷ്യത്തോടുകൂടി അഞ്ജന നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അച്ഛനിപ്പോൾ ഭൂമിയെ നഷ്ടപ്പെടുമോ എന്നുള്ള വിഷമം ഭാര്യയുമായി പങ്കുവെക്കുകയാണ്. ഇന്ന് വന്ന സാറ് പറഞ്ഞത് വെച്ചിട്ട് പോലീസ് അവരെ കണ്ടെത്താറായി എന്നല്ലേ? വീടച്ഛൻ ആരാണെന്ന് ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചു, ഇതുവരെ എന്നോട് പറഞ്ഞില്ലല്ലോ എന്നാണ് ഭാര്യ അച്യുതനോടായി പരാതി പറയുന്നത്. മോളുടെ അച്ഛനാണെന്ന് തോന്നിക്കുന്ന ആളുമായി ഞാൻ നാളെ സംസാരിക്കാനിരിക്കുകയാണ്. അതോടെ കഴിഞ്ഞാലേ എനിക്ക് ഉറപ്പിക്കാൻ പറ്റൂ. ഈ സമയം ഇതെല്ലാം കണ്ടുകൊണ്ട് ഭൂമിയാകട്ടെ അങ്ങോട്ടേക്ക് വരികയുണ്ട്. ഇതെന്താ രണ്ടാളും ഇവിടെ തന്നെ നിൽക്കുന്നേ? മറുപടി അയച്ചതൻ വല്ലാത്ത ചൂടകത്ത്, അതുകൊണ്ടാണ് ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. മറുപടി ഭൂമി, അച്ഛാ കള്ളം പറയുമ്പോൾ ഒന്ന് ആലോചിച്ചൊക്കെ പറയണം. കേൾക്കുന്നവർക്ക് അത് മനസ്സിലാകാതെയും കൂടി ഇരിക്കണം. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉറങ്ങണ്ടേ? അതോ ഉറക്കം വരാത്ത മാതിരി എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്ക് രണ്ടാൾക്കും ഉണ്ടോ എന്നാണ് ഭൂമിയുടെ ചോദ്യം. എനിക്ക് 2 ആഴ്ചയായിട്ട് തോന്നിയതാ, നിങ്ങൾക്ക് രണ്ടാൾക്കും മാത്രമായിട്ട് എന്തോ ഒരു ഗൂഢാലോചന, എന്നിൽ നിന്ന് എന്തോ ഒരു രഹസ്യം നിങ്ങൾ ഒളിക്കുന്നുണ്ട്. ഇത് കേട്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ് അമ്മയും അച്ഛനും. തിരിഞ്ഞടന്ന ശേഷം ഭൂമി തിരിച്ചു വന്ന് അവരോടെ പറയുന്നുണ്ട്, ഞാൻ വെറുതെ പറഞ്ഞതാ. നിങ്ങൾ എന്ത് രഹസ്യം വേണേലും എന്നിൽ നിന്ന് ഒളിച്ചോ, ഞാനിതൊക്കെ വെറുതെ പറഞ്ഞതാ. പിറ്റേ ദിവസം സൗഭാഗ്യവരത്താകട്ടെ അജയുടെയും അഞ്ജനയുടെയും വിവാഹ നിശ്ചയത്തിനുള്ള കാർഡിൻ്റെ ഒരുക്കങ്ങളിലാണ്. എല്ലാവരും കൂടിയിരുന്ന് കാർഡ് സെലക്ട് ചെയ്യുന്ന തിരക്കിലാണ്. എന്നാൽ മുത്തശ്ശി മറ്റൊരു അഭിപ്രായം പറയുന്നു, നമ്മൾക്ക് ഒരു ആർട്ടിസ്റ്റിനെ വിളിച്ച് പ്രത്യേകം തന്നെ ഒരു കാർഡ് ഡിസൈൻ ചെയ്യിച്ചാലോ? ഈ സമയം അജയ് ആകട്ടെ റെഡിയായി പുറത്തേക്ക് പോകാൻ ഇറങ്ങുകയാണ്. ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്ന അഞ്ജന അജയ് എങ്ങോട്ടേക്ക് പോവുകയാണെന്നാണ് ചോദിക്കുന്നത്. എനിക്ക് നിന്റെ ചൈൽഡിഷ് ബിഹേവിയറായിട്ട് ഡീൽ ചെയ്യാനായിട്ട് സമയമില്ലെന്നാണ് അജയുടെ മറുപടി. അജയ്ക്ക് തന്നെ വിവാഹം കഴിക്കാൻ ഒട്ടും തന്നെ താല്പര്യമില്ലെന്ന് മനസ്സിലാക്കിയ അഞ്ജന, ഞാൻ താഴെ ചെന്ന് വിവരം പറയാമെന്ന് പറയുന്നു. അങ്ങനെ വിവാഹം വേണ്ട എന്നുള്ള കാര്യം പറയാനായി അഞ്ജന താഴേക്ക് ചെല്ലുന്നു. ഇത് കണ്ടുകൊണ്ട് സന്തോഷത്തോടെ അജയും പിന്നാലെ ചെല്ലുന്നുണ്ട്. അജയ് പ്രതീക്ഷിക്കുന്നത് അഞ്ജന എല്ലാ കാര്യവും തുറന്നു പറഞ്ഞ് ആ വിവാഹം നിർത്താൻ പോകുകയെന്നതാണ്. പക്ഷേ അജയെ ചീറ്റ് ചെയ്തുകൊണ്ട് അഞ്ജന മറ്റെന്തൊക്കെയാണ് സംസാരിക്കുന്നത്. സത്യം പറഞ്ഞു തുടങ്ങാൻ ശ്രമിക്കുന്ന അജയെ വിളിച്ചുകൊണ്ട് അഞ്ജന അവിടെ നിന്ന് മാറി നിൽക്കുന്നു. നീ എന്തൊക്കെ ശ്രമിച്ചാലും ഈ വിവാഹം ഞാൻ നടത്തുക തന്നെ ചെയ്യും. എല്ലാ തരികിടയും ചെയ്ത് ജീവിച്ചവളാണ് ഞാൻ. വിവാഹം കഴിഞ്ഞ് ഒരു കുറ്റിക്ക് നിന്നെ ഞാൻ അടിച്ചിടുന്നുണ്ട്. ആ കുറ്റിക്ക് ചുറ്റും മാത്രമേ നീ പിന്നീട് കറങ്ങത്തുള്ളൂ. സമയത്താകട്ടെ അച്യുതൻ മറ്റൊരിടത്ത് സത്യദാസിനെ കാണാനായി അയാളുടെ വീട്ടിലേക്ക് ചെന്നിരിക്കുകയാണ്.
അങ്ങനെ അവർ രണ്ടുപേരും കണ്ടുമുട്ടുന്നു. ഭൂമിയുടെ വളർത്തച്ഛനും യഥാർത്ഥ അച്ഛനും. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.